ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളുടെ റിങ്സും ഇയറിങ്സും ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ബൗളാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ യൂസ് ചെയ്തും ഇത് ചെയ്തെടുക്കാം. ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലേ എടുക്കുക, എന്നിട്ട് ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ പരത്തിയെടുക്കുക. ചപ്പാത്തി പരത്തണ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസിയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു റൗണ്ട് ആയിട്ടുള്ള ടിന്നോ ഏതെങ്കിലും പാത്രം വെച്ചിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ക്ലേ നമ്മൾ വേഗം തന്നെ എടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുത്ത് സൂക്ഷിക്കുക കേട്ടോ. നമുക്ക് പിന്നീട് യൂസ് ചെയ്യാമല്ലോ. അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എടുക്കുക. എന്നിട്ട് നമ്മുടെ വിരലൊന്ന് നനച്ച് ചുറ്റുമുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ പൊന്തിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളൊരു ചെറിയ ബൗൾ എടുക്കുക. എന്നിട്ട് തിന്നായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിൻ്റെ മേലെയായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്ലേ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലെ ആ ഒരു ഭാഗം പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒരു ദിവസം വയ്ക്കുക. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ബൗളിൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വച്ചില്ലെങ്കിലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ളത്. ഒരു ദിവസത്തിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നടുഭാഗം കുറച്ചൊന്ന് താഴ്ന്നിട്ടും അതേപോലെ ചുറ്റുമുള്ള ഭാഗം കുറച്ച് ഉയർന്ന് ചെറുതായിട്ടൊരു ബൗളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യണത്. ചുറ്റുമുള്ള ഭാഗത്ത് ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ റിങ്ങും ഇയറിങ്സൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വാച്ചായാലും നമ്മൾ പുറത്ത് പോയി വന്നിട്ട് അഴിച്ച് വെക്കില്ലേ. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണതായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബോക്സിലൊന്നും ആക്കി ഉള്ളിലെടുത്ത് വെക്കുകയൊന്നുമില്ലല്ലോ. നമ്മളുടെ ടേബിളിലോ ഡ്രസ്സിങ് ടേബിളിലൊക്കെ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട്. അതിന് പകരം ഇങ്ങനെയുള്ള ചെറിയ ബൗളിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ ടേബിളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും എളുപ്പമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപയോഗമാണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിത് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും. ഈ ഒരു രീതിയിൽ ഞാൻ വേറെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അതേപോലെ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ പലതരത്തിലൊക്കെ കളർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ടുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എല്ലാം മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.